നമസ്കാരം. ഇപ്പോൾ വിർച്വൽ തട്ടിപ്പുകളുടെ കാലമാണ്. ഓൺലൈൻ വഴി പണം തട്ടുന്ന വിവിധ തരത്തിലുള്ള മാഫിയകൾ കൂടുപോലെ മുളച്ചു വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും രാജ്യങ്ങളിൽ നിന്നുമാണ് ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ അവർ നടത്തുന്നത്. ഇത്തരത്തിലുള്ള സ്കാമിൽ അനേകം ആളുകൾ പെട്ടുപോകുന്നത് നമ്മൾ ദിനംപ്രതി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു സഭയുടെ പ്രധാനപ്പെട്ട നേതാവിന് ഇത്തരത്തിലുള്ളൊരു തട്ടിപ്പിന് ഇരയാകുവാനായിട്ട് ഇടയായി തീർന്നത്. നമുക്കറിയാം, യാക്കോബ സഭ നിരണം ഭദ്രാസന മുൻ മെത്രോപൊലിത്ത ഡോക്ടർ ഗീവറീസ് മാർ കൂറിലോസിനാണ് ഇത്തരത്തിലുള്ള ഒരു അനുഭവം നേരിട്ടിരിക്കുന്നത്. കള്ളപ്പണവുമായിട്ടുള്ള ബന്ധങ്ങളൊന്നും അത്തരത്തിൽ അദ്ദേഹത്തിന് ഇല്ല എങ്കിലും തെറ്റിദ്ധരിപ്പിക്കത്തക്ക നിലയിൽ ദീർഘമായ സംഭാഷണങ്ങൾ നടത്തി വീഡിയോ കോളിൽ ക്യാമറ ഓഫ് ചെയ്യിക്കാതെ അദ്ദേഹവുമായിട്ട് 2 ദിവസത്തോളം സംസാരിച്ചു എന്ന് പറയപ്പെടുന്നു. ഏതായാലും 15 ലക്ഷത്തോളം രൂപ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടതായിട്ട് പറയുന്നു. ഇങ്ങനെ ചെറുതും വലുതുമായിട്ടുള്ള തുകകൾ നഷ്ടപ്പെടുന്ന ധാരാളം ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. പല വാർത്തകളും പുറത്തേക്ക് വരുന്നില്ല എന്നുള്ളത്. മനഹാനി ഭയന്ന് അവർ പുറത്തേക്ക് വിടുന്നില്ല. ബ്ലാക്ക്മെയിൽ ചെയ്താണ് ഇത്തരത്തിലുള്ള ആളുകൾ പണം തട്ടുന്നത്. അത് വിശ്വസനീയമായ രീതിയിൽ അത് ആളുകളെ മയക്കി അത് പറഞ്ഞു ഫലിപ്പിക്കുവാനായിട്ട് അവർക്ക് കഴിയും. എന്നാൽ സാധാരണക്കാരായ പല ആളുകളും അതിനകത്ത് കുടുങ്ങിപ്പോവുകയാണ്. എന്നാൽ ഇതിനെക്കുറിച്ചൊക്കെ അല്പമെങ്കിലും അറിവുള്ളവരെ വളരെ ശ്രദ്ധയോടും കരുതലോടും മാത്രമേ ഈ കാര്യങ്ങൾ ചെയ്യുകയുള്ളൂ എന്നുള്ളത് മറ്റൊരു വശം. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള തട്ടിപ്പുകളിൽ വീണു പോകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പല രൂപത്തിലും ഭാവത്തിലുമാണ് ഈ തട്ടിപ്പുകൾ മുന്നോട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ വളരെ ശ്രദ്ധ പാലിക്കേണ്ടതുണ്ട്. ജാഗ്രതക്കുറവുണ്ടായാൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ തുടർന്നുള്ള നമ്മുടെ ഇത്തരത്തിലുള്ള സാമ്പത്തിക ക്രയവിക്രയങ്ങൾ, ബാങ്ക് വഴി ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാം സസൂക്ഷ്മം ശ്രദ്ധിക്കുകയും അതിന് വേണ്ടുന്ന സെക്യൂരിറ്റി ഉറപ്പാക്കിക്കൊണ്ട് വേണം ഓരോ കാര്യങ്ങൾ ചെയ്യുവാൻ എന്നുള്ള കാര്യമാണ് ഈ വീഡിയോയിലൂടെ ഓർമ്മിക്കാനായിട്ടുള്ളത്. നന്ദി.